സകാത്ത് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, അവൻ നിർണയിച്ച ചില പ്രത്യേക സമ്പത്തുകളിൽ നിശ്ചിത അളവ് വന്നെത്തിയാൽ നൽകേണ്ട നിർണയിക്കപ്പെട്ട ഒരു ഭാഗം, അതാണ് സകാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് എല്ലാ സമ്പത്തിലും സകാത്ത് കൊടുക്കേണ്ടതില്ല. അള്ളാഹു നിശ്ചയിച്ച ചിലതുണ്ട്. 4 കാര്യങ്ങൾ. ഒന്ന് സ്വർണവും വെള്ളിയും, അതല്ലെങ്കിൽ സ്വർണത്തിനും വെള്ളിക്കും പകരമായി നിൽക്കുന്നത്. പഴയകാലത്ത് സ്വർണവും വെള്ളിയുമാണ് നാണയങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് നോട്ടും മറ്റു കാര്യങ്ങളുമാണ്. രണ്ടാമത്തേത് കന്നുകാലികൾ, പൊതു മേച്ചിൽപ്പുറങ്ങളിൽ മേയുന്ന കന്നുകാലികൾ. അത് ഏതൊക്കെയാണ്? ആട്, ഒട്ടകം, പശു. ഈ 3 വിഭാഗത്തിൽപ്പെട്ടത്. ഇത് പൊതു മേച്ചിൽപ്പുറങ്ങളിൽ മേയുകയാണ് എങ്കിൽ, നീ ഭക്ഷണം കൊടുക്കുകയാണെങ്കിലല്ല, മറിച്ച് പൊതു മേച്ചിൽപ്പുറങ്ങളിൽ മേയുന്ന ഈ പറഞ്ഞ കന്നുകാലികൾ, അവയിൽ നിശ്ചിത പരിധി എത്തിയാൽ സകാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തേത്, അവൻ സകാത്ത് നൽകാൻ ബാധ്യതയുള്ളത് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് കൃഷിയിടങ്ങളിൽ നിന്നുള്ള വിളവുകൾ, മറ്റു കാര്യങ്ങൾ. അത് അവൻ സകാത്ത് നൽകാൻ ബാധ്യതപ്പെട്ട കാര്യമാണ്. അതൊക്കെ നിശ്ചിത അളവെത്തിയാൽ മാത്രമാണ്. അതുപോലെ തന്നെ 4ാമത്തെ കാര്യം, കച്ചവടത്തിന് വേണ്ടി അവൻ മാറ്റിവെച്ചിട്ടുള്ള മുതലുകൾ. ആ കച്ചവടത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള മുതലുകൾ, അവയിൽ സകാത്തുണ്ട്. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ മാത്രമാണ് സകാത്ത് നൽകേണ്ടതായുള്ളൂ. മറ്റുള്ള സമ്പത്തിലൊന്നും സകാത്തില്ല. ഈ 4 കാര്യങ്ങളിൽ മാത്രമാണ് സകാത്തുള്ളത്. ഈ പറഞ്ഞ സകാത്ത് ഒരു നിശ്ചിത പരിധി എത്തിയാൽ മാത്രം നൽകിയാൽ മതി. ഒരാൾക്ക് ഒരു പശുവുണ്ട്, ഒരാടുണ്ട്, സകാത്ത് കൊടുക്കണം? വേണ്ട. ഒരാളുടെ കയ്യിൽ തൻ്റെ ചെലവ് കഴിഞ്ഞൊരു 10 രൂപ ബാക്കിയുണ്ട്, സകാത്ത് കൊടുക്കണം? വേണ്ട. നിശ്ചിത പരിധി എത്തിയാൽ മാത്രമാണ് സകാത്തുള്ളത്. അതിൽ തന്നെ സമ്പത്ത് മുഴുവൻ എടുത്ത് സകാത്ത് കൊടുക്കണം? നിശ്ചിത പരിധിക്ക് അപ്പുറമുള്ളത് മുഴുവൻ കൊടുക്കണം? വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ഒരു ഭാഗം മാത്രമാണ് സകാത്തായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇസ്ലാമിലെ ഈ സകാത്ത് എന്ന സമ്പ്രദായം, അത് ഇസ്ലാമിലെ നന്മകളിൽ ഏറ്റവും പ്രകടമായ കാര്യങ്ങളിൽ ഒന്നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. തുഖദു മിൻ അഗ്നിയാഇഹിം, സകാത്ത് ധനികരിൽ നിന്ന് എടുക്കപ്പെടേണ്ടതാണ്. ആരാണ് എടുക്കേണ്ടത്? ഇസ്ലാമിക ഭരണാധികാരി. ഇസ്ലാമിക ഭരണമുള്ള നാടുകളിൽ ധനികൻ അവന് തോന്നുന്ന പോലെ കൊടുക്കല്ല വേണ്ടത്. ഭരണാധികാരി അതിന് നിശ്ചയിച്ചയാൾ വന്ന് കണക്കെടുത്ത് അയാൾ ധനികരിൽ നിന്ന് എടുക്കേണ്ടതാണ്. അത് ധനികൻ്റേതല്ല, അതയാൾ കൊടുക്കുന്ന ഔദാര്യമല്ല, മറിച്ച് അയാൾ നൽകേണ്ട ബാധ്യതയാണ്. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവരിലെ ദരിദ്രരിലേക്ക് അത് മടക്കപ്പെടണം. ദരിദ്രരിലേക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം. അവർ കൈനീട്ടി വരാൻ കാത്തു നിൽക്കരുത്, അവരെ കൊണ്ട് യാചിപ്പിക്കരുത്, അവരുടെ അഭിമാനത്തിന് വ്രണമുണ്ടാക്കരുത്, ക്ഷതമേൽപ്പിക്കരുത്. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണ്. ഈ കാലഘട്ടത്തിൽ പ്രധാനമായി പറയപ്പെടുന്ന 2 ചിന്താധാരകളാണ്, 2 സംവിധാനങ്ങളാണ്, സാമ്പത്തിക സിസ്റ്റങ്ങളാണ്. ഒന്ന് മുതലാളിത്തവും, മറ്റൊന്ന് ഈ പറയുന്ന കമ്മ്യൂണിസവും. മുതലാളിത്തം മുതലാളിമാരുടെ പക്ഷം ചേരുന്നു. എത്ര വേണമെങ്കിലും സമ്പത്തുണ്ടാക്കണം, അതൊരാളെ ചതിച്ചാലും കുഴപ്പമില്ല. മുതലാളിയുടെ മുൻപിൽ, അവരുടെ ചിന്താഗതിക്ക് മുൻപിൽ അവിടെ വിജയിച്ചവൻ ആര് മാത്രമാണ്? പൈസ ഉള്ളവൻ മാത്രമാണ്. പൈസ ഇല്ലാത്തവനോ പണമില്ലാത്തവനോ പരാജിതനാണ്. ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇതേ സാധനമാണ്. കുട്ടി വിജയിച്ചു എന്നതിൻ്റെ അടയാളം എന്താണ്? അവൻ ഇത്ര വലിയ അക്കം, ഇത്ര സീറോസ് ഉള്ള സാലറി കിട്ടി എന്നതാണ്. ഇതാണ് വിജയം. ഇതാണ് ഒരാളുടെ വിജയത്തിൻ്റെ അടയാളം. അതിന് നേർ വിപരീതമാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി. അതാകട്ടെ സ്വകാര്യ സ്വത്ത് എന്നതൊരു വ്യക്തി സ്വന്തം സമ്പത്തുണ്ടാക്കുക എന്നതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നു. സ്വത്ത് മുഴുവൻ സ്റ്റേറ്റിനുള്ളതാണ്. ഒരാൾക്കും സ്റ്റേറ്റ് നിശ്ചയിക്കുന്ന, ഗവൺമെൻറ് നിശ്ചയിക്കുന്നതല്ലാതെ മറ്റൊന്നും കിട്ടാൻ പാടില്ല. ഇതുണ്ടായത് അല്ലേ? സ്വകാര്യ സ്വത്ത് സ്റ്റേറ്റാണ് എനിക്കെല്ലാം നൽകുന്നത് എങ്കിൽ പിന്നെ ഞാൻ അതിനെ പണിയെടുക്കുന്നത്?
ഞാൻ ജോലി എടുക്കേണ്ടതില്ല. ഞാൻ ജോലി എത്ര എടുത്താലും രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടാലും എനിക്ക് ഗവൺമെൻറ് നൽകുന്ന റേഷൻ അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ലെങ്കിൽ പിന്നെ ഞാനൊരു പണിയെടുക്കണം. ഇത് രണ്ടും തീവ്രതയുടെ രണ്ടറ്റങ്ങളാണ്. ഇസ്ലാം എത്ര മനോഹരമായാണ് ഈ കാര്യം ക്രമീകരിച്ചത് എന്ന് നോക്കൂ. സമ്പന്നരോട് ഇസ്ലാം നിങ്ങളുടെ സമ്പത്തൊക്കെ വലിച്ചെറിയണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ സമ്പാദിക്കരുത് എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് സമ്പാദിക്കാം, പക്ഷെ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു ചെറിയ വിഹിതം ദരിദ്രർക്ക് അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾ സമ്പാദിക്കുമ്പോൾ ഒരിക്കലും ഹറാമായ നിഷിദ്ധമായ വടികൾ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ചതിയിലൂടെ, വഞ്ചനയിലൂടെ, ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട്, അതിക്രമത്തിലൂടെ നിങ്ങൾ സമ്പത്ത് ശേഖരിക്കാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ രണ്ടടിസ്ഥാനങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം, അഹങ്കാരം ഉണ്ടാവരുത്. രണ്ട്, സമ്പാദിക്കുമ്പോൾ ഹറാമായ വടികൾ നിങ്ങൾ സ്വീകരിക്കരുത്. ധനികനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളിലൂടെ കൃത്യത വരുത്തി. ദരിദ്രനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതാ ധനികന് അല്ലാഹു നൽകിയത് അവൻ്റെ ഔദാര്യമാണ്, നീ അസൂയപ്പെടാൻ പാടില്ല, എൻ്റെ മനസ്സിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല, നീ അവനോട് അസൂയ കാണിക്കരുത്. നീ അവൻ്റെ സമ്പത്ത് ബൂർഷാസിയാണ് എന്ന് പറഞ്ഞ് അവൻ്റെ പത്തായപ്പുര തകർത്താൽ മാത്രമേ നിനക്ക് സമാധാനം കിട്ടുന്നു എന്ന അവസ്ഥ നിനക്ക് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നൽകിയ ഔദാര്യമാണ് സമ്പത്ത്. അവന് യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് പോലെ നൽകുന്നു. അതുകൊണ്ട് സമ്പത്തുള്ളവരെ നോക്കി നീ അസൂയപ്പെടാൻ പാടില്ല. മറിച്ച് നിനക്കെന്ത് ചെയ്യാം? ഖനിയായ അൽ ഖനിയായ സർവ സമ്പത്തിൻ്റെയും ഉടമസ്ഥനായ മാലിക്കുൽ മുൽക്കായ റബ്ബിനോട് നിനക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവിൻ്റെ കയ്യിലാണ് സർവ ഖജാനകളും ഉള്ളത്. ഒന്നാമത്തെ ഉപദേശം അതാണ്. രണ്ടാമത്തെ കാര്യം, ദരിദ്രനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടരുത്, നിന്റെ അഭിമാനം നീ കളഞ്ഞു കുളിക്കരുത്, നിന്റെ വ്യക്തിത്വം നീ അവസാനിപ്പിക്കരുത്, നീ അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ തലകുനിക്കരുത്. നിനക്ക് അള്ളാഹു ആദരവ് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ ധനികന് അതിക്രമിയാകാൻ അള്ളാഹു അവസരമൊരുക്കിയിട്ടില്ല. ദരിദ്രൻ അവൻ്റെ മനസ്സിനെ അള്ളാഹു ഇടിച്ചു താഴ്ത്തിയിട്ടുമില്ല. രണ്ടുപേർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ അവസ്ഥകൾ നൽകിയിരിക്കുന്നു. സകാത്ത് ആകട്ടെ ഈ രണ്ടുപേരുടെയും അവസ്ഥകളെ സന്തുലിതമാക്കുന്നു. എത്ര മനോഹരമായ നിയമമാണ്! അള്ളാഹുവിൽ നിന്നുള്ളതല്ല എങ്കിൽ അല്ലേ, വലിയ വലിയ ധനമന്ത്രിമാരും മറ്റൊക്കെ പറയാൻ ഇസ്ലാമിൻ്റെ സകാത്ത് സിസ്റ്റം, ഇസ്ലാമിൻ്റെ സംവിധാനം, അതാണ് നാട്ടിൽ നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ള പ്രശ്നത്തിലുള്ള പരിഹാരം. ഏത് ഇസ്ലാം? നിരക്ഷരനായ, ഒരു പുസ്തകത്തിലെ ഒരു വരി പോലും വായിക്കാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാം. അല്ലേ, വലിയ ധനമന്ത്രിമാർ പറയാൻ, വലിയ സാമ്പത്തിക വിദഗ്ധന്മാർ പറയാൻ ഇതാണ് പരിഹാരം. അപ്പോൾ സഹോദരങ്ങളെ, സകാത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ വിധിവിലക്കാണ്. ഖുർആനിൽ നിസ്കാരത്തിനോടൊപ്പം ചേർത്തു പറഞ്ഞ കാര്യമാണ് സകാത്ത് എന്നത്. വ അഖീമുസ്സലാഹ വ ആതുസ്സകാഹ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സകാത്ത് നൽകണം. സകാത്ത് നിസ്കാരത്തിനോടൊപ്പം ചേർത്തു പറയുന്ന ഇബാദത്താണ്. ഖുർആനിൽ ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിൽ ഈ കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു സകാത്ത് നിശ്ചയിച്ചത്? ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പല ലക്ഷ്യങ്ങൾ അതിനു പിന്നിലുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ചില പണ്ഡിതന്മാർ പറഞ്ഞു, സകാത്ത് എന്നത് നിന്റെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും അതോടൊപ്പം നിന്റെ സമ്പത്തിനെയും ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെ ഇപ്രകാരമാണ്: ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അല്ലാഹുവിൻ്റെ റസൂലേ, ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്ന് നീ ദാനധർമ്മം സ്വീകരിക്കുക, പിടിച്ചെടുക്കുക. എന്തിനു വേണ്ടിയാണത്? തുതഹിറുഹും, ആ സദഖ അവരെ ശുദ്ധീകരിക്കുന്നതാണ്. വതുസക്കീഹിം ബിഹാ, ആ സദഖ അവർക്ക് ജീവിതത്തിൽ വിശുദ്ധി നൽകുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, സകാത്ത് നൽകുമ്പോൾ, സദഖ നൽകുമ്പോൾ
നിന്റെ ഹൃദയത്തിലുള്ള പിശുക്ക് എന്ന രോഗം നീ തുടച്ചു നീക്കുകയാണ്. നീക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സദഖ. പിശുക്ക് നീക്കാനുള്ള ഏറ്റവും നല്ല വഴി സദഖയാണ് അല്ലെ? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, സമ്പന്നരുടെ ജിഹാദാണ് സദഖ. അതിൽ ധൈര്യവാനല്ലാതെ ഉറച്ചു നിൽക്കുകയില്ല. അവനല്ലാതെ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിലുള്ള തവക്കുലില്ലാതെ ഇതിലേക്ക് മുന്നോട്ടിറങ്ങാൻ പറ്റില്ല. സദഖ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. കഴിഞ്ഞില്ല, അതോടൊപ്പം നിന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. കാരണം എന്താ, സമ്പത്ത് എങ്ങനെയൊക്കെ നീ ശ്രദ്ധിച്ചാലും അല്ലേ, അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ആ ഏറ്റക്കുറച്ചിലുകളിൽ അറിയാതെ നിനക്ക് അവകാശപ്പെടാത്തതായി എന്തെങ്കിലും വന്നു പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ള വഴിയാണ് അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കന്നുകാലികൾ അവയെ നീ തീറ്റിപ്പോറ്റുകയാണ് എങ്കിൽ അതിൽ സക്കാത്തില്ല. എന്നാൽ പൊതുമേച്ചിൽ പുറങ്ങളിൽ പോയി നീ കന്നുകാലികളെ മേയ്ക്കുകയാണ് എങ്കിലോ അതിൽ സക്കാത്ത് കൊടുക്കണം. കാരണം എന്താണ്, അത് പൊതു സ്വത്താണ്. അത് പൊതു സ്വത്താണ്. അപ്പോൾ നിന്റെ സമ്പത്ത് കന്നുകാലികൾ മുഴുവൻ സക്കാത്ത് കൊടുക്കണോ? വേണ്ട, ചെറിയൊരു ഭാഗം കൊടുത്താൽ മതി. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിയമങ്ങളിലെ കൃത്യത നോക്കൂ, അതിലെ ഭംഗി നോക്കൂ നിങ്ങൾ, എത്ര വലുതാണത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, സക്കാത്ത് അത് നിശ്ചയിക്കപ്പെട്ടതിന് പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം മിസ്കീന്മാർ, ദരിദ്രരായ ആളുകൾ, പ്രയാസപ്പെടുന്നവർ, അവരോട് ചേർന്ന് നിൽക്കാനുള്ള, അവരെ ആശ്വസിപ്പിക്കാനുള്ള, അവരെ ചേർത്തു പിടിക്കാനുള്ള വഴിയാണ് സക്കാത്ത്.